എം പി പരമേശ്വരൻ ശാസ്ത്രലോകത്ത് ഏറ്റവും ശ്രദ്ധേയനായ ആണവ ശാസ്ത്രജ്ഞനായി സോവിയറ്റ് റഷ്യയിൽ നിന്ന് ആണവശാസ്ത്രത്തിൽ PhD നേടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിലെ ആണവശാസ്ത്രജ്ഞനായിട്ട് പ്രവേശിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിച്ചേരുകയും VMSന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ച് അദ്ദേഹം പൂർണ്ണ സമയം സാമൂഹ്യ ശാസ്ത്ര രംഗങ്ങളിൽ രാഷ്ട്രീയ മേഖലയിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന നില സ്വീകരിച്ചത്. അധികാര വികേന്ദ്രീകരണം, ജനകീയ ആസൂത്രണം, അതോടൊപ്പം തന്നെ ഒരു ശാസ്ത്ര സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യകാല സംഘാടകരിൽ ഒരാളായി അദ്ദേഹം നിലകൊണ്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വളരെ ചെറുതായിരുന്ന സന്ദർഭത്തിൽ എം പി പരമേശ്വരൻ ഉൾപ്പെടെ ചേരുന്ന ശാസ്ത്ര കലാജാഥ കേരളത്തെ ഇളക്കിമറിച്ച, സത്യം പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു എം പി പരമേശ്വരൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിച്ച, പുസ്തക വിൽപ്പനയിലൂടെ സംഭരിക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ചെലവുകൾ മുഴുവൻ നിർവഹിച്ചത്. അങ്ങനെ കേരളീയ സമൂഹത്തിൽ വളരെയേറെ ദൈഷ്ണികമായ നിലപാടുകൾ സ്വീകരിക്കാനും പാരിസ്ഥിതിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സന്ദർഭത്തിൽ മാർക്സിയൻ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ക്ലാസ് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ഞങ്ങൾ ഉപയോഗിച്ചത് എം പി പരമേശ്വരൻ എഴുതിയിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ഗ്രന്ഥമാണ്. മാർക്സോ എംഗൽസോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊരു പുസ്തകം എഴുതിയിട്ടില്ല. അവർ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമൂഹത്തെ, പ്രപഞ്ചത്തെ വിശകലനം ചെയ്യുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതുകയുമാണ് ചെയ്തത്. നമുക്കറിയുന്നത് പോലെ അത്തരം ഒരു പഠന രീതിയെ ഫലപ്രദമായി മലയാളികൾക്ക് പരിചയപ്പെടുത്തി, ലളിതമായി പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഏതാണ്, ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എം പി പരമേശ്വരനാണ് എന്നാണ്. EMSും അതുപോലെ തന്നെ MS ദേവദാസ് ഉൾപ്പെടെയുള്ളവരെല്ലാം വൈരുദ്ധ്യാത്മക ഭൗതികവാദം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളെല്ലാം ക്ലാസ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എം പി പരമേശ്വരൻ്റെ ഈ പുസ്തകം. അങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ, ഏതാണ്ട് 100-100ഓളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായ ആശയപരമായിട്ടുള്ള അകൽച്ച ഉള്ളപ്പോഴും, സത്യം പറഞ്ഞാൽ അതിന് ശേഷവും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഒപ്പം തന്നെ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് അവസാന നിമിഷം വരെ തയ്യാറായിട്ടുള്ളത്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ നേരിട്ട് കാണുകയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ വന്നപ്പോഴും. അപ്പോഴും എനിക്ക് മനസ്സിലായ അത് തന്നെയാണ്, കൃത്യമായ സാമൂഹ്യ അവബോധത്തോടെ ശാസ്ത്ര സമൂഹത്തെ രൂപപ്പെടുത്താൻ, അതുവഴി രാഷ്ട്രീയ സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക ഉള്ളടക്കത്തോടെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനാണ്. ദാർശനികന്മാരിൽ വളരെ പ്രമുഖനാണ് ഡോക്ടർ എം പി പരമേശ്വരൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്ന് ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഹൈസ്കൂൾ ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്.
ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ അവസാനം ഒക്ടോബറിലാണ് മാഷ് കാണുന്നത്. അന്ന് ഡയലറ്റിക് മെറ്റീരിയലിസ്റ്റിന്റെ ചില തിരുത്തുകൾ കറക്ഷനോട് കൂടിയിട്ടുള്ള ചില കാര്യങ്ങൾ തനിക്ക് എഴുതാനുണ്ടെന്നും അത് പാർട്ടി അതിന് സഹായം ചെയ്തിരുന്നെന്നും പറഞ്ഞിരുന്നു. ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സംസാരിച്ചതെല്ലാം സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കുറേ നേരം സംസാരിക്കാൻ കഴിഞ്ഞത്. വളരെ പ്രസന്നമായിരുന്നു അന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെ. അസുഖം ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ഇപ്പോഴും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. ആശയപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷവും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സജീവമായിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തത്. വ്യതിരിക്തമായൊരു നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അവസാന നിമിഷം വരെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും.